ലാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടാവും ഒരു 7 വാട്ടർഫാൾസിലേക്ക് പോയത്. അതിൽ 7ാമത്തെ ലാസ്റ്റ് വാട്ടർഫാളിലാണ് കേട്ടോ ഞാനിപ്പോ നിൽക്കുന്നത്. സോ ഞാൻ ഇവിടുന്ന് താഴത്തേക്ക് ഇനി ഇറങ്ങണം. എനിക്കറിയില്ല, ഞാൻ വന്ന വഴി ഭയങ്കര ടാസ്ക് ആയിരുന്നു ഇനി എങ്ങനെ താഴേക്ക് ഇറങ്ങി പോവാന്നല്ല കേട്ടോ. 7 വാട്ടർഫോളും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. സോ ഞാനും ദേ ആ പുള്ളിക്കാരി ഉണ്ട്, അവളെന്നെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അവൾക്ക് റേഞ്ച് കിട്ടുന്നുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവൾ ഫോണൊക്കെ നോക്കുന്നുണ്ടല്ലോ. ഇതുവഴി പോവാന്നാണ് അവൾ പറഞ്ഞത്, വന്ന വഴി പോണ്ടെന്നാണ് പറഞ്ഞത്. വന്ന വഴി കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന പോലില്ല. ഇവിടെയാണ് അതേ വാട്ടർഫാളിന്റെ തുടക്കം. അങ്ങോട്ട് കുത്തനെ ഇറക്കാം, അങ്ങനെ കുത്തനെ കയറ്റുവാണ് കയറി വന്നത് കേട്ടോ. എനിക്കറിയില്ല എങ്ങനെ ഇനി തിരിച്ചിറങ്ങുന്നത് കാട് വഴിയാന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. എന്തായാലും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. വല്ലാത്ത അഡ്വഞ്ചർ, ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് ട്രക്ക് ചെയ്ത് മുകളിലേക്ക് വരുന്നത്. ഇതിന് മുന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും എത്ര റിസ്ക് എടുത്താണ് നമ്മുടെ എത്തിയെന്നുള്ളത്. തിരിച്ച് താഴേക്ക് പോകുന്നത് വേറെ വഴിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 7 വാട്ടർഫാൾ എന്ന് പറയാൻ പറ്റില്ല, അതിൽ കൂടുതലുണ്ട്. കാരണം ഇതൊന്ന് 7 വെച്ചിട്ട് ഇതിൽ ബാക്കിയുള്ള കൂട്ടുന്നില്ല. ഇത് ഇപ്പം 8ാമത്തെ ആയിട്ട് കൂട്ടേണ്ടി വരും സീരിയസ്ലി. കാരണം ഓൾറെഡി ഇപ്പം 7 കഴിഞ്ഞു. ഇതിപ്പോൾ വേറെയാണ് തിരിച്ചിറങ്ങുന്ന. ഇതുവഴി അല്ലാട്ടോ ഞാൻ കയറി വന്നത്. കണ്ടോ നോക്ക് എന്ത് കാടാന്ന്. അതിൻ്റെ താഴെ കൂടെ ഇറങ്ങിയിട്ടാണ് വന്നത്. ഇനി ഇത് കൂടെയാണ് പോകാൻ പോകുന്നത്. ഞാൻ ഇവളോട് ചോദിക്കുമായിരുന്നു കേട്ടോ. ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഞാൻ ഒരു 2 ഡോഗും ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. ഇത്ര നേരമായിട്ട് കാണാനില്ല കേട്ടോ. ഇപ്പോൾ ഇവള് പറഞ്ഞു വീട്ടിൽ പോയിട്ടുണ്ടാവുന്നു. ഇതേ നിൽക്കണു ഇവിടെ ഇരുന്ന് കുരയ്ക്കുന്നു കേട്ടോ. നമ്മളെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ അത് കുരച്ച് വാലാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്ക് ഇത്ര നേരം എവിടെയായിരുന്നു എന്നാ ചോദിക്കുന്നത്. അവളുടെ ഇതാക്കുന്നു. എന്താ പറ്റിയേ? എന്താ നമ്മളെ ചീത്ത പറയണേണോ? എവിടെയായിരുന്നു ഇത്ര നേരം? അതാണോ ഞാനല്ലേ ചോദിക്കേണ്ടത്? അതല്ലേ ഏതോ വഴി പോയത്, ഞങ്ങൾ കണ്ടില്ലായിരുന്നു. ഇവിടെ കടിത്തൂവയൊക്കെ ഉണ്ട് കേട്ടാ. ചൊറിയണയോ കടിത്തൂവ എന്തോ പറയും. ഞങ്ങളെ നാട്ടിൽ കടുത്തുവ എന്നാണ് പറയുന്നത്. കടിക്കുന്നൊരു സാധന. എന്താ വെച്ച ഉണ്ടാക്കുന്നത്? ഏത് വഴിയാ? ഇതല്ലേ ആക്കി? ഓ ശരിക്കൊരു കാട്ടിനുള്ളിൽ കൂടെ പോകുന്നു. ഓ ഇവിടെ തെന്നിക്കഴിഞ്ഞാലും താഴെ കിടക്കൂട്ടാ. താഴെക്കൂടെ വഴുക്കുന്നുണ്ട്. ഫോൺ എടുത്തോക്കട്ടെ. ഫോണായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ താഴെ കിടക്കും. നടക്കൂല. കാരണം അതെ താഴെ പോയി കഴിഞ്ഞാൽ കാണുന്നുണ്ടോ അറിയില്ല, അത്ര കുത്തനെ താഴേക്കാണ് ഉള്ളത് കേട്ടാ. എന്തായാലും എവിടെയെങ്കിലും മരത്തിൽ തടഞ്ഞു നിൽക്കും താഴേക്ക് വീണാലും കേട്ടാ. ഇതുവഴിയാണ് പോകുന്നത്. സോ ഞാൻ ഫോൺ എടുത്തേക്കട്ടെ. ഇപ്പം അത്യാവശ്യം നല്ലൊരു വഴിയിലെത്തിയിട്ടുണ്ട് കേട്ടാ. ദേ കണ്ടാ, ഇനിയിപ്പോൾ കയറ്റമാണ്. മൊത്തം കയറ്റം കയറണം. ഓൾമോസ്റ്റ് നമ്മൾ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. നേരത്തെ കണ്ട ആൾക്കാരാണ് തോന്നുന്നു, അവരത് അതുവഴി പോകുന്നുണ്ട്. നല്ല കയറ്റായിരുന്നേ. കുറച്ചും കൂടെ ഉള്ളൂ. തിരിച്ചിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ വന്നതും നല്ലൊരു കുളി കുളിച്ചു. ഇതേ ഡ്രസ്സൊക്കെ മാറ്റി തലയിൽ ഇതൊക്കെ കെട്ടി വെച്ചേക്കാണ് കേട്ടോ. വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. മൊത്തം മഴ നന്നിട്ടാണ് വന്നത്. ഇത് കണ്ടോ, ഇപ്പം മഴ നിന്നതാണ് കേട്ടോ. നിന്നോണ്ടാണ് അവിടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കാണുന്നത്. നല്ല മഴയായിരുന്നു ഇത്ര നേരം. മൊത്തം നനഞ്ഞിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. നനഞ്ഞുകൊണ്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം അവിടെ എടുത്തു വെച്ചേക്കാം. ഒരു വാട്ടർ പ്രൂഫ് ബാഗ് ഉണ്ടായിരുന്നേ നല്ലതായിരുന്നു. എല്ലാം നനഞ്ഞുകൊണ്ട് അവിടെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് എന്ത് രസമാണ്, ഭയങ്കര അടിപൊളി കേട്ടോ. ഫുൾ ഗ്രീനറിയും നല്ല തണുപ്പും. നോക്കി ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഗാർഡൻ തന്നെ കാണാൻ ഭയങ്കര രസമല്ലേ. ഇവരുടെ വീടാണ് ഇപ്പോൾ ലാസ്റ്റ് വീട് കേട്ടോ. ഇതിനപ്പുറം ഒന്നും വീടില്ല, ലാസ്റ്റ് വീടാണ്. ഇവിടുന്ന് അങ്ങോട്ട് വീടുകളുണ്ട് ടൗണിലേക്കുള്ള സ്ഥലത്തേക്ക്. ഇവിടെ ഈ വാട്ടർഫോളിൻ്റെ അങ്ങോട്ട് പോകുന്നതിൻ്റെ ലാസ്റ്റ് വീടാണ് കേട്ടോ ഇത്. അപ്പോൾ വണ്ടികളൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്യുക. അപ്പോൾ അവർക്ക് വണ്ടി പാർക്ക് ചെയ്യണതിനൊക്കെ പൈസ കിട്ടും. അങ്ങനെയാണ് കേട്ടോ. നല്ല രസമല്ലേ, ഒരു പഴയ കേരള ടച്ച് എനിക്കിവിടെ ഫീൽ ചെയ്യാണ്. അപ്പോൾ വീഴാൻ പോയി. ഇപ്പം വീണേനെ തലയടിച്ച് നീ വന്നിട്ട് ഇതിൽ തട്ടിയതാ, ബാക്കിലേക്ക് പോയി. ശരിക്കും പഴയൊരു കേരള ആംബിയൻസ് ഫീൽ ചെയ്യുന്നില്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പ്, ഏതോ ഇടുക്കി ജില്ലയിലെ പഴയ കേരളത്തിലെ വീടൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ വീടിൻ്റെ ഉള്ളിൽ കൺജസ്റ്റഡ് ആണ് കേട്ടോ. അവരിപ്പോൾ എനിക്ക് ചായ വേണമെന്ന് ചോദിച്ച് ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർ വേറെ എന്തോ സ്പെഷ്യൽ ചായ എന്ന് പറഞ്ഞിട്ട് തരാണ്. ഞാൻ എന്നാ ഓക്കെ ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണല്ലോ കേട്ടോ. ഇതൊക്കെ റൈസാണ് കേട്ടോ, കോഴികൾക്ക് തിന്നാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ അവർ റൈസ് കഴിക്കാത്തതുകൊണ്ട് തന്നെ റൈസ് ഉണ്ടാവില്ല, അതുപോലെ ചെറിയ പാക്കറ്റിൽ മേടിക്കുകയാണത്. ഇവിടെ കഴിക്കാൻ വേണ്ടി എനിക്കൊരു കോണ് തന്നിട്ടുണ്ട്, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെന്താ കോൺ ഇങ്ങനെ എണ്ണയിലൊക്കെ ആക്കിയതാ, നമുക്ക് എണ്ണ ഉണ്ടില്ലേ. അങ്ങനെ ചായ കുടിക്കാത്ത ഞാനിത് അവിടെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ആപ്പിൾ ടീ എന്നാണ് പറഞ്ഞത്.
No. No? No, no, no. No. No se puede. ഷുഗർ വേണോന്ന് ചോദിക്കാം. ഷുഗർ വേണ്ടെന്ന് പറഞ്ഞാൽ ഹണി ഒഴിച്ചിട്ടുണ്ട് ഇതില്. എന്തോ ഒരു ടേസ്റ്റ്. ഞാനങ്ങനെ ചായ ഫാൻ അല്ലാത്തോണ്ട്. ഓ ഇവിടെ നോക്കിയേ കോടയാണ് കേട്ടോ ഇറങ്ങുന്നത്. തണുപ്പായിട്ട് കണ്ടാ വീടിന് മുറ്റത്ത് മൊത്തം കോട ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഫുള്ള് കാടല്ലേ അപ്പറേ. കാട്ടിന്ന് ഇങ്ങനെ കോട ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി മൊത്തം ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതെന്താ സാധനം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് തിന്നാനുള്ളതാണോ? Cacao. Comida? Bebida. ¿Eh? Bebe. Coffee. Sí. Coffee? Coffee igual coffee, cacao. Cacao. This? Chocolate. Oh, chocolate. Sí, ¿me entiendes? Choco- Chocolate. Oh. Sí. ഓ ഇത് മറ്റേ അപ്പൊ കൊക്കോ മറ്റേ കൊക്കോന്റെ കുരുവാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് വെച്ച് അവര് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ചോക്കോലാറ്റെ എന്നാ പറഞ്ഞത്. ¿Vas a aprender español con nosotros? Comida no? No, bebida. ആ ചായ ഉണ്ടാക്കി അതുപോലെ ചോക്ലേറ്റ് ഉണ്ടാക്കി കുടിക്കാം. ഞാനിന്ന് ഈ വീട്ടിലാണ് കേട്ടോ താമസിക്കാൻ പോകുന്നത്. എല്ലാരും എൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് റൂം എടുത്ത് തന്നൂടെ, നീ എന്തിനാ മറ്റുള്ളവരുടെ വീട്ടിൽ പോകുന്നേ, എന്തിനാ ലിഫ്റ്റ് അടിച്ച് പോകുന്നേ? അത് സീരിയസ്ലി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എത്ര സമാധാനമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ളൊരു വീട്ടിലാണെന്നറിയോ. ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ താമസിച്ച ഒരു റൂമിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുമോ? നോക്ക്, ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ്. ഇതേ സ്നേഹമുള്ള പട്ടി നോക്ക്, എന്ത് രസമാണ്. എൻ്റെ ക്ലോസ് ആണിപ്പോൾ, അറിയോ? നോക്ക്, എന്താ ഇവിടെ വേറെ പട്ടികൾ, കുറേ കോഴികൾ. ആ പട്ടി അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാ. നോക്ക്, ഇവരുടെ സ്നേഹം, പട്ടികളുടെ സ്നേഹം, മനുഷ്യന്മാരുടെ സ്നേഹം, അതൊക്കെ പൈസ കൊടുത്താൽ കിട്ടുമോ? എനിക്കറിയില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല പൈസ കൊടുത്താൽ കിട്ടുന്നു. ഈ കോടമഞ്ഞും ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസും ഞാൻ അവരായിട്ട് സംസാരിച്ച്. ഇവിടെ വേറെ ഡോഗ് ഉണ്ട്. ഞാനിത് അവിടെ ഈ കാട്ടിന്ന് കിട്ടിയിട്ടുള്ള തേനാട്ടോ ഇതൊക്കെ കുടിച്ച് ഇതുണ്ടോ ഈ ഒരു വ്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് എത്ര പൈസ കൊടുത്താലും എവിടെയും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. പിന്നെ ഭാഷ പോലും അറിയാണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രാജ്യത്തെ പറ്റിയിട്ടും എൻ്റെ രാജ്യത്തെ പറ്റിയിട്ടും കൾച്ചറും അങ്ങോട്ടും ഇങ്ങോട്ടും കൾച്ചർ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അവരുടെ വിശേഷം എൻ്റെ വിശേഷം പറയുന്നു. അത് നമ്മൾ ഹോട്ടലിൽ റൂം എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയാൽ അതിലൊരു ത്രില്ലുണ്ടോ? എനിക്ക് മനസ്സിലാവുള്ള ആൾക്കാർ എന്താ അങ്ങനെ പറയുന്നത് കേട്ടോ. സീരിയസ്ലി ഇതേ നല്ല കാട്ടിന്ന് കൊടുന്ന തേനാ. കുറേ നേരമായി ഞാൻ ഈ തേനും തിന്നുകൊണ്ടിരിക്കണു. എല്ലാം ഓർഗാനിക് ആയിരിക്കും. ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ്, ഓർഗാനിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് വേറെ ലെവലാ. ഓക്കെ, എന്തൊരു കോടയാന്ന്. മൊത്തം കോട നിറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ടൗണൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടാ. അവള് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രമാണ് ഒരു ഊളക്കോലത്തിൽ പോകുന്നത് ടൗണിലേക്ക്. ഓല ബൊണീറ്റാ കണ്ടാ, നോക്ക്, ഫുൾ സെറ്റായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഒരു കോട എടുത്തോളാൻ. അംബർല ഓ സി ഓക്കെ. എനിക്ക് മഴ നനയാൻ ഇനി വയ്യ. കാരണം ആ ട്രക്കിങ് ചെയ്തപ്പോൾ മൊത്തം വാട്ടർഫോളിലും മഴ കൊണ്ടിട്ടാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നടന്നപ്പോൾ ഒക്കെ ഫുള്ള് മഴയായിരുന്നു. അതും നനഞ്ഞ് ഇവിടെ വന്ന് കുളിച്ച്. ഇനി എനിക്ക് നനയാൻ വയ്യ. ഞാൻ എന്താ ഷൂ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് കോടയാ, നല്ല രസമുണ്ട് കേട്ടോ. ഓ എന്താ വൈബ്, ചുറ്റും കോട, ബാക്കില് കോട, ഫ്രണ്ടില് കോട, സൈഡില് കോട, എന്ത് രസാ. നല്ല രസമുണ്ട്. കോട മഞ്ഞിൻ ഓഹോ. ഇവിടുന്ന് 3.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ടൗണിലേക്ക്. അത്രയും ദൂരം നടന്നു പോകുമെന്ന് എനിക്കറിയാത്ത. നോക്കി, ഫുൾ ഫ്രണ്ടിലുള്ളത് കാണുന്നില്ല കേട്ടോ. അങ്ങനെ കോടയാണ്. നോക്കി, ഞങ്ങളിപ്പോൾ നിൽക്കണ ആ സ്ഥലത്ത് മാത്രമേ കാണുന്നുള്ളൂ. അവിടെ കണ്ടോ, ഇവിടെ കണ്ടോ, അവിടെ ഒന്നും കാണുന്ന പോലും ഇല്ല കേട്ടോ. നോക്ക്, അങ്ങോട്ട് ദൂരേക്കൊന്നും കാണുന്നില്ല. ഓക്കെ, എന്തോരം കോടയാന്ന്. അവിടെ എത്തുമ്പോഴാണ് അവിടെ ആ ഏരിയ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. എനിക്കറിയില്ല ഇത്രയും ദൂരം നടന്നു പോകുന്നുള്ളത്. ഇവിടെ എന്തായാലും വണ്ടി കിട്ടാൻ റോഡില്ല, എന്നാലല്ലേ ലിഫ്റ്റ് അടിക്കാൻ പറ്റൂ. നാളെ ഞാൻ ബാഗ് നോക്കിയിട്ട് ഇതുവഴി നടക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു ചെറിയ വിഷമം. ഒക്കെ ആ മരത്തിൻ്റെ ഇടയിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആ ഏരിയ എല്ലാം കാണാൻ മൊത്തം വെള്ളം മൂടിയിട്ടുണ്ട്. ഇവിടെ തണുപ്പാണ് കണ്ടോ. ഞാൻ തണുപ്പ് അന്വേഷിച്ച് വന്നത് നന്നായില്ലേ. നല്ല ഇഷ്ടമാണ് എനിക്ക് തണുപ്പ്.
ചൂടിനെ കൊണ്ട് പറ്റില്ല. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റ്. നല്ല കോടയും നല്ല കാടും മലയും വാട്ടർഫാളും മഴയും മഞ്ഞും. അതാണ് വൈബ്, അതാണ് അടിപൊളി. എനിക്ക് എപ്പോഴും ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. ഇങ്ങനെ കണ്ട് കണ്ട് എനിക്ക് ബോറടിക്കുകയേ ഇല്ല കേട്ടോ. അടിപൊളിയാണ്. എന്താ അത് വീട് പോലെ എന്തോ കിടക്കുന്നുണ്ട്. വീടല്ല എന്തായാലും, കാരണം എല്ലാം അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും കണ്ണിൽ മൂടിയ പോലെയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ കൂടെ മൂടിയിട്ടുണ്ട്. ഇവിടുന്ന് 2 ആൾക്കാർ നടന്നു വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു നെഴല് പോലെയാണ് കാണാൻ പറ്റുന്നത്. ആരാന്ന് പോലും മനസ്സിലായി. കണ്ട സൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട അറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അറിയാൻ കൂടിയില്ല കേട്ടോ. മൊത്തം കോട പിടിച്ചേക്കാം. ഫുൾ നൈസാണ്. നടന്ന് പോവായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞ് ഈ കാട്ടിനുള്ളിലൂടെ പോകാനാണ് കേട്ടോ. അത് മെയിൻ റോട്ടിലേക്കാന്ന് തോന്നുന്നു. ഇത് കാട്ടിലേക്കുള്ള വഴിയാണ്. ഇതുവഴി ഷോർട്ട് കട്ടാന്ന് തോന്നുന്നു. കാരണം 4 കിലോമീറ്ററൊക്കെ ഉണ്ട്. 3.25 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ അത്രയും ദൂരം 3 ഷോർട്ട് കട്ട് എന്തായാലും ഉണ്ടാവുമായിരിക്കും. ഫുള്ള് കാട്ടിലെ ജീവിതമാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും അടിപൊളിയാണ്. എനിക്കിഷ്ടമാണ്. പക്ഷെ എപ്പോഴും ഇഷ്ടമല്ല. അതായത് ഞാനിപ്പോൾ ഇവിടെ സെറ്റിൽ ആവുകയാണെങ്കിൽ എനിക്കങ്ങനെ പറ്റില്ല. കാരണം വണ്ടി ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. വണ്ടി ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഓക്കെയാണ്. കാരണം ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. 4 കിലോമീറ്റർ അത്യാവശ്യം ചെറിയൊരു ടൗണ്, അടിപൊളി ടൗണാണ്. അവിടെ നൈസായിരിക്കും. നമുക്ക് കാട്ടിനുള്ളിലൂടെ പോകുമ്പോൾ ശരിക്കും ഒരു കേരളത്തിൻ്റെ ഫീൽ തന്നെ എനിക്ക് വരുന്നത് കേട്ടോ. നൈസായിട്ടുണ്ട്. ഇതൊക്കെയാണ് വഴി പോകുന്നതിൻ്റെ. ഇത് നോക്ക്, ആ കോടമഞ്ഞിനിടയിൽ നല്ല ചൂട് പുപ്പൂസ അവിടെ കിട്ടും കേട്ടോ. നല്ല ഗ്രാമത്തിലെ പുപ്പൂസ. ഓലാ, ഓ എന്താ രസം. ചെറുതും വലുതുമായിട്ടുള്ള പുപ്പൂസ അവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല സുന്ദരികളായ ചേച്ചിമാരുണ്ടാക്കുന്ന പുപ്പൂസ. എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഒരു പോയോൻ്റെ പുപ്പൂസയാണ് പറഞ്ഞിട്ടുള്ളത്. അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവളിപ്പോൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു. അവിടെ നിന്ന് എനിക്ക് ഫുഡ് തന്നാണ്. അത് എന്തോ ഒരു ടൈപ്പ് ഫുഡായിരുന്നു. ഒരു പോർക്കിൻ്റെ ഒരു വാലും തലയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നിയില്ലായിരുന്നു. ഫോൺ ഓഫായിട്ട് ഞാൻ ചാർജ് ചെയ്യാൻ ഇട്ടുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. സോ അവൾ കഴിച്ചു. ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ചിക്കൻ്റെ പുപ്പൂസയാണ് പറഞ്ഞിട്ടുള്ളത്. അവളുടെ അടുത്ത് കുറേ പറഞ്ഞു കേട്ടോ, കഴിക്കുക വേണോ, മേടിച്ചോ, കഴിച്ചോ, കുഴപ്പമില്ല എന്നൊക്കെ. പക്ഷെ അവൾ വേണ്ടാന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ അവൾ കഴിച്ചേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതുവഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചീപ്പായിരുന്നു പുപ്പൂസ. അതായത് ഇതുവരെ കണ്ടതിൽ ഏറ്റവും ചീപ്പ് ഇവിടെയായിരുന്നു. അത് ഗ്രാമത്തിലുള്ളതായതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, പുള്ളിക്കാരി ഉള്ളതുകൊണ്ട് കറക്റ്റ് റേറ്റ് പറയും അവർ. ഞാൻ ഒറ്റയ്ക്കായിരുന്ന അവർ ചിലപ്പോൾ റേറ്റ് കൂട്ടി പറഞ്ഞേനെ. ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. ഒരു 3 പുപ്പൂസയ്ക്ക് $1 ഉള്ളൂ. നമ്മളെ നാട്ടിലൊരു 84-85 രൂപയെ വരുന്നുള്ളൂ 3 പുപ്പൂസയ്ക്ക് കേട്ടോ. സോ ചീപ്പ്, അഫോർഡബിൾ, ടേസ്റ്റി, ഗുഡ് ക്വാളിറ്റി എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഓ നല്ല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ 2 എണ്ണം കഴിച്ചായിരുന്നു കേട്ടോ. 2 പുപ്പൂസ. ഒരെണ്ണം കഴിച്ചപ്പോൾ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. സോ ഞാൻ 2ാമത്തെ കഴിച്ചു. എനിക്ക് മെക്സിക്കോയിലെ ടാക്കോസ് ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബീഫ് ടാക്കോസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലും ഇരട്ടി ടേസ്റ്റാണ് ഇവിടുത്തെ ചിക്കൻ പുപ്പൂസൊക്കെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആ ചീസൊക്കെ ഇങ്ങനെ വായിൽ ഒഴുകും, മെൽട്ടായി പോകും. ഇത് ശരിക്കും ഷോർട്ട് കട്ടായിട്ടുള്ള വഴിയാണ് കേട്ടോ. ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ കാർ ഇട്ടപ്പോൾ വേറെ വഴിയാണ് കാണിച്ചത്, റോഡുണ്ട്. പിന്നെ നടക്കാനുള്ള വഴി ഇട്ടപ്പോൾ ഇതാണ് കാണിച്ചത്. കാരണം ഇതുവഴി വേണേൽ കാറൊക്കെ പോവും. എന്നാലും കൂടുതൽ നല്ല റോഡുള്ളപ്പോൾ ആരും ഇതുവഴിയൊന്നും വരില്ലല്ലോ. ഓഫ് റോഡൊക്കെ വേണമെങ്കിൽ മാത്രം ഇതുവഴി വന്നാൽ മതി. അപ്പോൾ നമ്മൾ നടന്നു പോകുന്നതുകൊണ്ട് ഇതുവഴിയാണ് പോകുന്നത്. ഇനി ഒരു 1.1 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ അവിടെ എത്താനായിട്ട്. പോകുന്ന വഴിയും ഗ്രാമമൊക്കെ എന്ത് പീസ്ഫുള്ളാന്ന് നോക്ക്. അടിപൊളി കേട്ടോ. ഫുൾ പച്ചപ്പും എന്താ വീടിൻ്റെ സൗണ്ടും കിളികളുടെ സൗണ്ടും. ഇങ്ങനത്തെ വഴിയിലൂടെയാണ് പോകുന്നത്. ഇങ്ങനെ പച്ചപ്പും തണുപ്പും കിട്ടുമ്പോൾ തന്നെ എനിക്കുണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. എൻ്റെ അമ്മോ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ആലോചിക്കും ഇവളിപ്പോൾ എന്താ പറയുന്നത്, ഈ പച്ചപ്പും ഇതൊക്കെ എന്താ കേരളത്തിലില്ലാത്തതാണോ? പക്ഷേ കേരളത്തിൽ ചൂടായിരിക്കും. തണുപ്പുള്ള ഇടുക്കിയിലൊക്കെ ഓക്കെ അടിപൊളിയാണ്, വയനാട് അങ്ങനെ തണുപ്പുള്ള സ്ഥലത്ത്. പക്ഷേ ഇവിടെ ഒന്നാമത് ഞാൻ 41 ഡിഗ്രി എന്നൊക്കെ ഇവിടെ വന്നിട്ട് 10 ഡിഗ്രി 12 ഡിഗ്രി ഒക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ആക്ച്വലി നല്ല തണുപ്പാണ്. അവൾ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നടക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ വാമാവും, നല്ല രീതിയിൽ വാമാവും. അതുകൊണ്ടാണ് ഞാനിടാത്തത്. അവൾ പിന്നെ എന്താ ഇട്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അമ്മോ, കയറ്റം തന്നെ കയറ്റം, കുറേ നേരമായി കയറ്റം, കുറേ നേരം ഇറക്കമുണ്ടായി. അതൊക്കെ ഇനി തിരിച്ച് കയറണ്ടേ ഞാൻ. ടയേർഡ്.
നാടും മലയും മൊത്തം കയറി ഇന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ദേ വീണ്ടും ഇനി തിരിച്ചു വരുമ്പോഴും ഒരു 3-4 പൂസയും കൂടെ കഴിക്കേണ്ടി വരും. ഇപ്പോഴേ എനിക്ക് വിശന്ന് തുടങ്ങി. ഫൈനലി ഇതാ നല്ല റോഡുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നീണ്ട 3.5 കിലോമീറ്ററിന് ശേഷം. ഇതെന്ത് പോവാ, നല്ല രസമുണ്ട് കാണാൻ. ഒന്ന് ഉണങ്ങിയതും ഒന്ന് പർപ്പിളും കളറ്, വയലറ്റ്, നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിൽ കാണാത്ത ടൈപ്പ് ചെടി. അത് നമ്മളെ കോഫി അല്ലേ? കോഫിയാണല്ലോ. കോഫി യാ കോഫി 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 എല്ലാം വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഉണ്ടാവുന്നത്. ചറപറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവർ ഉണക്കിയിട്ട് ഇവർ തന്നെ ആയിരിക്കും കോഫി ഉണ്ടാക്കി കുടിക്കുന്നുണ്ടാവുക. അയ്യോ, ഇവിടെ ഒരു $3 ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, സ്ട്രോബെറി. ഒരുപാട് ടേസ്റ്റ് ഒന്നുമില്ല, കുഴപ്പമില്ല. നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങനെ കഴിച്ച് നടക്കുമായിരുന്നു. ഈ സ്ഥലത്തിന്റെ സെന്ററിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. സെന്ററിൽ ഒരു പള്ളി ഉണ്ടാവും. ഇത് അത്യാവശ്യം നല്ല വലിയ പള്ളിയാണേ, ചെറുതൊന്നല്ല. ഇത് പുതിയതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. നല്ല വൈറ്റ് കളറൊക്കെ അടിച്ച് റെഡൊക്കെ ആക്കി ആ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ആ ഒരു പള്ളീൻ്റെ ഓപ്പോസിറ്റ് നല്ല അടിപൊളി പാർക്കും ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലമാണ് എനിക്കിഷ്ടം. നല്ല തണുപ്പും നല്ല അടിപൊളി പാർക്കും. നോക്കിയേ, ചുറ്റും ആൾക്കാരിയ്ക്കുന്നുണ്ട്. എസ്പെഷ്യലി നല്ല ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ പ്രായമായിട്ട് പാർക്കിൽ പോയിരുന്ന ഒരു പണിയില്ലേ, എന്താ വീട്ടിൽ കുത്തിയിരിക്കാൻ പാടില്ലേ അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ ഫുള്ള് വയസ്സായി മരിക്കുന്നവരെയും അവർക്ക് ലൈഫുണ്ട്, അവർക്ക് ഹാപ്പി ആയിട്ട് അവർ ജീവിക്കും. പള്ളീൻ്റെയും പാർക്കിൻ്റെയും ചുറ്റും കുറേ ഫുഡ് സ്ട്രീറ്റും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ട് ഞെട്ടിയത് എന്താണെന്നറിയോ, നമ്മളെ ചാമ്പയ്ക്ക കണ്ടാ, നമ്മളെ ചാമ്പയ്ക്കയും നമ്മുടെ അരിനെല്ലിക്കയും കണ്ടോ, അത് രണ്ടും നമ്മളെ നാട്ടിലുള്ളത്. പിന്നെ ബാക്കിയെല്ലാം നോർമൽ എന്താ പറയുക സാധനങ്ങളാണ്. ക്യൂക്കമ്പറും പിന്നെ മാങ്ങയും പൈനാപ്പിളും അതൊക്കെയാണ് കാണുന്നത്. വേറൊരു ഫ്രൂട്ടാണ്ടോ, ഞാൻ ആദ്യം ഓറഞ്ചാന്ന് വിചാരിച്ചു. ഇതേ ഗൂഗിളിൽ നോക്കിയ സമയത്തുണ്ട് ഗൂഗിൾ അത് വേറെ മറ്റേ എന്തോ ഒരു ഫ്രൂട്ടാന്നാണ് പറയുന്നത്. അതൊന്നും അല്ല, ആ ഫ്രൂട്ട് വേറെയാണ്. ഗൂഗിളിൽ വരെ മനസ്സിലാവുന്നില്ല കേട്ടോ. അവളിതാ ഗൂഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. നോ ജക്കോട്ടെ എന്നാണ് കേട്ടോ അവര് പറഞ്ഞത്. എനിക്ക് വേറെ എന്തോ ഗൂഗിളിൽ അവള് ഫോട്ടോ കാണിച്ചു തന്നു. ഇതാണ് കേട്ടോ ഈ ടൗണിന്റെ പേര്. നല്ല വൈബായിട്ടുള്ള ഒരു ടൗൺ ആണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ റോഡൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ളതും സ്ട്രീറ്റ് ഫുഡും ഒക്കെയാണ് കേട്ടോ. ആയിരക്കണക്കിന് കളർഫുൾ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ഓരോ തരത്തിലുള്ള മിഠായിയും കേക്കും കേട്ടോ, എന്തൊക്കെയോ വെച്ചിട്ടുണ്ടാക്കിയത്. എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത സാധനങ്ങളാണ്. അതെ, നമുക്ക് പരിചയമുള്ള ആകെ ഒരു സാധനം ഇതാണ് കേട്ടോ, കടലമിഠായി മാത്രം. വേറെ ഒന്നും നമുക്ക് പരിചയമുള്ള ഇല്ല. ഇതൊക്കെ എന്തോ സാധനം, ഒരു ഐഡിയ ഇല്ല കേട്ടോ. അതൊക്കെ ട്രാൻസ്ലേറ്റ് ചോദിച്ചാൽ പോലും ഇവിടെ മാത്രമുള്ള സാധനമായിരിക്കും ഉണ്ടാവുക, അല്ലാണ്ട് വേറെ ഉണ്ടാവും തോന്നുന്നില്ല കേട്ടാ. നമുക്ക് കണ്ട പലതരത്തിൽ പല ഇതിൽ പൊതിങ്ങിട്ടുള്ളതാണ്. ഇത് നമ്മുടെ പീനട്ട്, അത് മാത്രമുണ്ട്. ഇതൊക്കെ ഫുൾ വെറൈറ്റി സാധനങ്ങളാട്ടോ ഇവിടെ. ഇത്രയും വെറൈറ്റിയോ. ഇതിൻ്റെ നടുവിൽ വന്നിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതൊക്കെ മാങ്ങയാണ്, കുറച്ച് എന്തൊക്കെയോ പൊടികൾ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നൂഡിൽസ് പോലെ കഴിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ മാങ്ങ ഉണ്ടായിട്ട് ഇതുപോലൊന്നും അവർ വിൽക്കുന്നില്ലല്ലോ, അതാണ് എൻ്റെ വിഷമം. ഞാൻ അവളുടെ അടുത്ത് അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പോയി മേടിച്ചോളാൻ പറഞ്ഞിട്ട് പൈസ കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അവളിത് അവിടെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട്, എന്താ പറയുക, പിസ്സ മേടിച്ചിട്ടുണ്ട്. വീട്ടിലേക്കാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതും ഈ മാങ്ങ ഞാനും അവളും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല എരിവുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ എരിവുള്ളൊരു സാധനം തിന്നുന്നത്. ഇതൊക്കെ എൻ്റെ ഫോണ് ബ്ലറായതല്ല കേട്ടോ, ഇവിടെ ചുറ്റും കോടയാണ്, അതുകൊണ്ടാണ് ഇവിടെ ബ്ലറായിട്ട് തോന്നുന്നത്. അങ്ങോട്ട് നോക്ക്, കണ്ടോ, അതിൻ്റെ ഇടയിലൊക്കെ കണ്ടോ, മൊത്തം കോടയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു ടൗണ്. ചെറിയ ടൗണാണ്, മൊത്തം കോട മൂടിയത് കൊണ്ട് ഒരു പ്രത്യേക ഫീലുണ്ട്. ഇവിടെ എന്തോ സ്ട്രോബെറിയിൽ കുറേ ഇതൊക്കെ ഇട്ടിട്ടുള്ള എന്തോ ഒരു സാധനമൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവളെന്താ വേറെ എന്തോ ഒരു ഡ്രിങ്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ നേരമായിട്ട് ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ. കുറേ നേരമായിട്ട് അവിടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. ഇനി തിരിച്ച് നടന്നു പോണ കാര്യം ആലോചിക്കാൻ വയ്യ. ഇപ്പം കിടന്നപ്പോൾ ഇറങ്ങിപ്പോന്നുള്ള രീതിയിലാണുള്ളത്. ഇന്ന് രാവിലെ നേരത്തെ ഞാൻ എണീച്ചതാ. കാലൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. ഇതാരാ? ഫ്രണ്ടാണോ? അമീഗോ? ഓക്കെ സെറ്റ്. കാറിൽ പോവാ. അയ്യോ, ഞാൻ നടന്നു പോണേ പറ്റി പറഞ്ഞോണ്ടിരിക്കാ. സീന് ഹാപ്പി. ഞങ്ങളുടെ ഫ്രണ്ടും കണ്ടാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് നടന്നു പോണെന്ന് വീഡിയോയില് പറഞ്ഞോണ്ടിരിക്കുമ്പോ ലൈവായിട്ടാണ് കാറ് അവിടെ നിർത്തിയത്.
ഇതാ ഇവിടെ കൊടുന്നാക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇനി നടന്നു പോണെന്നാണ് പറഞ്ഞത്. എന്താണ് ഇവിടെ കൊടുന്നാക്കി? ബൈ. എന്നാ പിന്നെ അവിടെ വരെ കൊടുന്നായിക്കൂടെ? ഇനി കുറച്ച് നേരം കൂടെ ഇവിടെ നടക്കാറുള്ളൂ. ഓൾമോസ്റ്റ് എത്താനായി, തൊട്ടപ്പുറയാന്നാ പറഞ്ഞ്. റോഡ് മോശമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇവിടെ വരെ ആക്കിയത്. അവള് പറഞ്ഞ 5 മിനിറ്റ് നടക്കാനുള്ളൂ എന്ന്. പക്ഷെ ഓൾമോസ്റ്റ് കുറേ ദൂരം നമ്മൾ കാറിൽ തന്നെയാണ് വന്നത്. ഇപ്പം കാട്ടിലെ ഇടവഴി കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇന്നെ വീട്ടിലാക്കിയാൽ മതിയായിരുന്നു. ഈ രാത്രിയിൽ ഈ കാട്ടിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കോടയുണ്ട്. ഓ എനിക്ക് നടക്കുമ്പോൾ കാലം ഒടിയുന്നു, നടുവൊക്കെ ഒടിയുന്നു, ഫുള്ള് ടയേർഡായിട്ടുള്ളന്ന്. എന്തുമാതിരി ട്രക്കിംഗ് ആയിരുന്നെന്നറിയോ? നല്ല ടാസ്ക് ഉണ്ടായിരുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, എളുപ്പമല്ലായിരുന്നു. നല്ല ടാസ്ക്, പക്ഷെ അടിപൊളിയായിരുന്നു. ഒരു അഡ്വഞ്ചർ തന്നെയായിരുന്നു. ഇവിടെ നോക്ക്, വലിയ തവളേനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടാ നോക്കിയേ, എന്തോരം വലിയ തവളയാ. ഓ, ഇങ്ങനെ പിടിച്ച് തിന്നാൻ പറ്റുമോ? അത്രയും വലിയ തവളയാട്ടോ. നോക്ക്, അതിൻ്റെ കണ്ണ് കണ്ടാ. ഇതെന്താ ഓടാത്ത്? ഓട് തവളെ, ഓട്. പേടിയില്ല, പേടിയില്ലാത്ത തവളാട്ടോ. നോക്ക്, ഓടോടോട്, ഓടല്ല, സ്റ്റക്കായി നിന്ന്. ഞാനിത് അവിടെ സ്ലീപ്പിംഗ് ബാഗിലാണ് കേട്ടോ കിടക്കുന്നത്. എനിക്ക് ടെൻ്റ് അടിക്കാൻ വയ്യ. ഇവരുടെ വീട്ടിൽ ഓൾറെഡി 5-6 ആൾക്കാരുണ്ട്. എല്ലാ ബെഡിലും സ്ഥലമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ സ്ലീപ്പ് ബാഗിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കിടക്കാൻ വേണ്ടി പോവാണ്. ടെൻ്റ് അടിച്ചാലും സെയിമാണ് സ്ലീപ്പ് ബാഗിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നത്. വലിയ കട്ടിയൊന്നും മാറ്റം വരില്ല. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സേഫും ക്ലീനും ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നത്. ടെൻ്റൊന്നും എടുക്കാനുള്ള നടു പൊടിഞ്ഞിരിക്കുക, പറ്റൂല. റൂപ്പ Una chica de la India, Rupa, le di tour. Ahí lo andan a... എന്തോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. സേസർ, നോംബ്രെ César. ഹൂലിയോ സേസർ. César. ഇവിടുത്തെ ആളുകളുടെ പേരാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് ഇവിടുത്തെ വീടുകളിലെ ആൾക്കാരുടെ പേരൊക്കെ പറയാറില്ല ഞാൻ, കാരണം വായക്കൊള്ളാത്ത പേരാ. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ വീഡിയോയിൽ കാണിക്കാറില്ല, ചോദിക്കാറുണ്ടെങ്കിലും. ഹൂലിയോ സേസർ. നോംബ്രെ ഒസിഡി, ഒസിഡിയോ, ഒസിഡി. ഓക്കെ, ഒസിഡി. ഇവിടുത്തെ ഓരോ ആൾക്കാരുടെ പേര് ഞാൻ ചോദിച്ചിട്ട് വരാട്ടാ. അല്ല, എന്താ അവിടെയാണ് കിടക്കുന്നത്. ഇവിടെ 3 ഡോഗുണ്ട്. എവിടെ അവളെവിടെ? അവളുടെ പേര് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവളെ സിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. കാണാനില്ല കേട്ടോ അവളുടെ പേര് ചോദിക്കാൻ. കണ്ടോ, ഇവിടെ ഒരു ജസ്റ്റ് ഹാളാണ്. TV ഒക്കെ ഉണ്ട്, ഫ്രിഡ്ജൊക്കെ ഉണ്ട്. പുതിയ ഫ്രിഡ്ജാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് റൂമുണ്ട്. അവിടെ അപ്പുറം കിച്ചണ്. ഇവിടെ തന്നെ കിടക്കാനുള്ളൊരിതുണ്ട്. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. എനിക്ക് ഒരു പില്ലൊക്കെ തന്നിട്ടുണ്ട്. പില്ല ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പില്ല എനിക്ക് യൂസ് ചെയ്യാം. ഞാനിത് അവിടെ ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ട് കേട്ടോ. സ്ലീപ്പ് ബാഗിലാണ് കിടന്നിട്ടുള്ളത്. ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ ഉറങ്ങി പോവായിരിക്കും. എനിക്ക് നല്ല ടയർഡാണ്, നല്ല ഉറക്കം വരുന്നുണ്ട്. സോറി. ഇപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ. അവിടെ ഷീറ്റായതുകൊണ്ട് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടുത്തെ എല്ലാവരും ഒരു 9:30 ആയപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കിടന്നുറങ്ങട്ടെ. ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.